Hi everyone, it's me Rahul. Welcome to Mandarin Apex YouTube channel. So ഇന്ന് വീണ്ടും ലേറ്റായി. ഓക്കെ, സാരമില്ല. നമുക്ക് നാളത്തെ വ്യൂ പോവാം. അതിന് മുന്നേ തന്നെ നമ്മൾ ഇന്ന് ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് നമ്മൾ പറഞ്ഞു വെച്ചത്, ഇന്ന് നമ്മൾ എന്ത് ട്രേഡാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കൊടുത്തതും എന്ന് ജസ്റ്റ് ഒരു ഇവാലുവേഷൻ ചെയ്തിട്ട് നമുക്ക് നാളത്തെ വ്യൂയിലോട്ട് പോവാം. ഓക്കെ, നമ്മളിന്ന് രാവിലെ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 23,400 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നത്തെ വീഡിയോയിലും 23,400 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് എ മൂവ് അപ് ടു 23,600 പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. നമുക്ക് 23,600 വരെ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പണായി. രാവിലെ ഏകദേശം ഇതാണ് രാവിലത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പണായി. ഡേ ലോ ഇതാണ്. ഓപ്പണായി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ താഴോട്ട് വന്നു, ഗ്യാപ്പ് അപ്പിൽ ഓപ്പണായിട്ട്. എന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്തു. ദിസ് വാസ് ദ റീട്രേസ്മെൻറ്റ് സോൺ. അവിടുന്ന് താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി. ആൻഡ് വീണ്ടും ഡേ ലോയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കയറി അല്ലേ, വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറി. സോ വി ഹാവ് എ ട്രെൻഡ് ലൈൻ ഹിയർ. നമുക്ക് കാണുന്നുണ്ട്, വി ഹാവ് എ ട്രെൻഡ് ലൈൻ ഹിയർ. നമുക്കിവിടെ ട്രെൻഡ് ലൈൻ വരയ്ക്കാം ഇങ്ങനെ. ഓക്കെ, ഇതാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വി ഹാവ് എ ട്രെൻഡ് ലൈൻ ഹിയർ ഇവിടെ ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. എന്നിട്ട് മാർക്കറ്റ് എവിടെ വരെ പോയി? മാർക്കറ്റ് 23,600 എന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ല് മാർക്കറ്റ് ചെയ്തു. ഈ ഹൈയിലോട്ട് നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രെൻഡ് ലൈനും വരച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് എ മാർക്കറ്റ് കറണ്ട് സ്ട്രക്ചർ. ഇതാണ് മാർക്കറ്റിൻ്റെ കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. ബട്ട് നമ്മൾ നോക്കിയാൽ അറിയാം, ഇറ്റ് വാസ് എന്തായിരുന്നു, ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. മുകളിൽ നിന്ന് അല്ലേ, ഹയർ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ്, ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ്. വിച്ച് ഈസ് അവർ ലാസ്റ്റ് സ്വിംഗ് ഹൈ? ഈ ലോയുടെ ലാസ്റ്റ് ഹൈ ഏതാണ്? ദിസ് വൺ ഈസ് അവർ ലാസ്റ്റ് സ്വിംഗ് ഹൈ അല്ല, ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്വിംഗ് ഹൈ. ഈ ലാസ്റ്റ് സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യാതെ നമ്മുടെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇതാണ് നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അതായത് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് മാർക്കറ്റ് വരണമെങ്കിൽ മാർക്കറ്റ് ഏതിൻ്റെ മുകളിൽ പോകണം? 23,754 മുകളിൽ മാർക്കറ്റ് പോയാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു ചോച്ച് ഉണ്ടാകത്തുള്ളൂ, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. നിഫ്റ്റിയിൽ CH. ഓക്കെ, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് ഇവിടെ ഉണ്ടാകത്തുള്ളൂ. ഇതുവരെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ഇന്നത്തെ നമ്മൾ മുകളിലോട്ടുള്ള അപ്മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയോ? കിട്ടി. ഓക്കെ, നമ്മൾ പറഞ്ഞ് അപ്മൂവ്മെൻറ്റ് നമുക്ക് മുകളിലോട്ട് കിട്ടുകയും ചെയ്തു. ഇനി നമ്മുടെ അപ്പോൾ എൻട്രി എങ്ങനെയായിരിക്കും? ഈ ഹൈൻ്റെ മുകളിൽ കയറിയിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് എ മൂവ് അപ് ടു 23,750 വരെ മേജർ സപ്പോർട്ട്, മേജർ റെസിസ്റ്റൻസ്. അതൊരു മേജർ റെസിസ്റ്റൻസ് ആയിരിക്കും. 23,656 മുകളിൽ കയറുകയാണെങ്കിൽ 23,754 നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇത് കളയുന്നതാണ്, കൺഫ്യൂഷൻ ആകുന്നില്ല. ബട്ട് നമുക്ക് ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വരികയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് എ മൂവ് അപ് ടു, ഇവിടുന്ന് മാർക്കറ്റ് ഇത് റിജക്ഷൻ ചെയ്ത് ബ്രേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ മൂവ് ഇവിടെ വരെ എക്സ്പെക്റ്റ് ചെയ്യാം, 23,743 രൂപ വരെ. ഓക്കെ, നമുക്ക് ഈ ട്രെൻഡ് ലൈനിന് താഴെ നമ്മൾ ഷോർട്ട് ട്രേഡ് ചെയ്യാം. എവിടെ വരെ? 23,243 വരെയും. ഇവിടുന്ന് വീണ്ടും നമുക്ക് ലോങ്ങിലോട്ട് തന്നെ പോകാം. അതല്ല, നാളെ മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹോൾഡ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നാളെ നോ ട്രേഡ് സോണാണ് ഈ ഒരു ഏരിയയിൽ. അതായത് ഇവിടെ നിന്നുള്ള ഈ ഒരു ഏരിയയിൽ നമ്മുടെ നോ ട്രേഡിംഗ് സോണാണ്. ഓക്കെ, ദിസ് ഈസ് അവർ നോ ട്രേഡ് സോൺ. ഈ ഒരു ചെറിയ ഭാഗം നമ്മുടെ നോ ട്രേഡ് സോണാണ്. ഞാൻ മെൻഷൻ ചെയ്ത് വെച്ചേക്കാം, നോ ട്രേഡിംഗ് സോൺ. ഓക്കെ, ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോണാണ്. ആൻഡ് എബോവ് ദിസ് വീണ്ടും നമുക്ക് ബൈ എൻട്രി ഉണ്ടാവും. ബട്ട് അത് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. ബട്ട് ഐ ആം പ്രിഫറിങ് ഇവിടുന്ന് ഒരു ബൈ എൻട്രിയും അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് സെല് ചെയ്തിട്ട് ഇവിടെ വരെ നമുക്ക് ഷോർട്ട് ട്രേഡും ചെയ്യാം. ഇതാണ് നമ്മുടെ നാളത്തെ പ്ലാൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 23,520
29 താഴെ, ഈ ലോയുടെ താഴെ 500 താഴെ നമ്മൾ 23,243 രൂപ വരെയും, ആൻഡ് ഇവിടുന്ന് നമ്മൾ വീണ്ടും ഒരു ബൈ എൻട്രി മുകളിലോട്ടും നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ഈ ലോ ബ്രേക്ക് ചെയ്താൽ വീണ്ടും അടുത്ത ഫാളിലോട്ട് വീണ്ടും പോകും. സോ നമ്മുടെ ലാസ്റ്റത്തെ സപ്പോർട്ട് ഇതാണ് നമ്മുടെ മേജർ സപ്പോർട്ട്. ഓക്കെ, ദിസ് ഈസ് അവർ മേജർ സപ്പോർട്ട് സോൺ. ദിസ് ഈസ് അവർ മേജർ സപ്പോർട്ട് സോൺ. അല്ലെങ്കിൽ താഴെ നിന്ന് വീഴുമ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ദിസ് ആർ നോ ട്രേഡിംഗ് സോൺ. ഇവിടുന്ന് വീണ്ടും നമ്മൾ ബൈ എൻട്രി, ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ സെൽ എൻട്രി. ഇതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 23,754 മുകൾ വരെ നമ്മൾ വീണ്ടും ബൈ എൻട്രി, 254 മുകളിൽ നമ്മൾ സൂപ്പർ ബുള്ളിഷ്. ഓക്കെ, വീണ്ടും പിന്നെ നമ്മൾ 25,000 ടാർഗറ്റിലോട്ട് മൂവ് ചെയ്യും നിഫ്റ്റി. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണോ ചർച്ച ചെയ്തത്, എന്താണോ നമ്മൾ പഠിച്ചത്, അതെല്ലാം അതേപോലെ തന്നെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. മാർക്കറ്റ് എക്സ്റ്റൻഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ട്രേഡ് ചെയ്തവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഒരു ട്രേഡേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അത് പ്രോഫിറ്റിലായിരുന്നു. ബജാജ് ഓട്ടോ ബ്രേക്ക് ഈവൻ ആയിരുന്നു, അത് കയറിയിട്ട് തിരിച്ചിറങ്ങി ബ്രേക്ക് ഈവൻ ആയിരുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.